വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ലോകമെമ്പാടും ഇന്നത്തെ ഈ മോർണിംഗ് ഗ്ലോറിയിൽ ഈ ഡെയിലി ഡിവോഷനിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇൻസൈഡ് ഔട്ട് സീരീസ് ദൈവം അനുവദിച്ചാൽ ഈ ആഴ്ചയോടുകൂടെ നമ്മൾ ഫിനിഷ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്, ആന്തരിക മനുഷ്യനെ പണിതെടുക്കുന്നതിൽ നിർണായകമായ സ്ഥാനം വഹിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കാൻ പോവുകയാണ്. സോ ഇടയ്ക്ക് വെച്ച് നിർത്തരുത്, ചാനൽ മാറ്റരുത്, സ്റ്റേ ബാക്ക്, നോട്ട്സ് കുറിച്ചെടുക്കുക, അനേകർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ബ്ലെസ്സിങ് ടുഡേ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ഓഡിയോ പോഡ്കാസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നവർ ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പോഡ്കാസ്റ്റ്, സ്പോട്ടിഫൈ, അതുപോലെ ഫേസ്ബുക്കിൽ വാച്ച് ചെയ്യുന്നവർ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സോ വി ഗോയിങ് ടു പ്രേ ഫോർ ദി സ്പോൺസേഴ്സ് ഓഫ് ടുഡേയ്സ് എപ്പിസോഡ്. പറയാം. ആദ്യത്തെ സ്പോൺസർ മാവേലിക്കരയിൽ നിന്ന് അനിത ആണ്. ഓ, താങ്ക് യു സോ മച്ച് അനിത. കൊച്ചുമകൾ ആരോഗ്യത്തോടെ ജനിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവേ, ആ കൊച്ചുമകളെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്ന കൂടുതൽ അങ്ങ് അനുഗ്രഹിക്കണമേ. മകൻ ഷോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം ജോലി ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവേ അങ്ങയുടെ വഴിവാതിലുകൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ നമ്മുടെ സ്പോൺസർ തിരുവല്ലയിൽ നിന്ന് ഉള്ളൊരു വെൽവിഷറാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇളയ മകൾക്ക് ദൈവഹിതപ്രകാരം വിവാഹം നടക്കുവാൻ, ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂത്ത മകളുടെ മകൻ ജോഹാന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ പൈതലായി വളരുവാൻ വിദ്യാഭ്യാസവും ഭാവിയും കർത്താവെ അങ്ങ് പകർന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. അതുപോലെ തന്നെ മൂന്നാമത്തെ നമ്മുടെ സ്പോൺസർ കൊല്ലത്ത് നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു വെൽവിഷർ തന്നെയാണ്. പക്ഷേ ഡിസംബർ 4 അവരുടെ ജന്മദിനമായിരുന്നു. കർത്താവെ, ഞങ്ങൾ ആ സഹോദരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് കുഞ്ഞുണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരുമകന് മെച്ചപ്പെട്ട ഒരു ജോലി ലഭിക്കുവാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. ഇന്ന് ഒടുവിലത്തെ ഒരു സ്പോൺസർ എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സഹോദരിയാണ്. ഇന്ന് അവരുടെ ഭർത്താവ് വിജിത്തിന്റെ ജന്മദിനം കൂടിയാണ്. ലക്ഷ്മി പല പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്നാൽ ആ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ലക്ഷ്മി അയച്ചിട്ടുള്ള ഒരു ഓഡിയോ മെസ്സേജ്, ഒരു ഓഡിയോ ടെസ്റ്റ് മണിയുണ്ട്. വളരെ പ്രത്യേകതയുള്ളൊരു ടെസ്റ്റ് മണിയാണ്. നമുക്ക് ആ ടെസ്റ്റ് മണി ഒന്ന് കേട്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. നമസ്കാരം ബ്രദർ ഡാമിയൻ ആൻഡ് സിസ്റ്റർ ക്ഷമ. എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ്. എനിക്ക് ബ്ലെസ്സിങ് ടുഡേ പ്രെയർ പ്രോഗ്രാമിൽ എന്നു മുതൽ ഞാൻ ഉണ്ടോ അന്നു മുതൽ എനിക്കും കുടുംബത്തിനും ഒത്തിരി നന്മകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഇവിടെ ഞാൻ 2 മേജർ സാക്ഷ്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മകൾക്ക് ആർമിയിൽ സെലക്ഷൻ കിട്ടി. അതിനുവേണ്ടി ബ്രദർ ഡാമിയൻ്റെ അടുത്തും പേഴ്സണൽ വാട്സാപ്പിൽ പ്രെയർ റിക്വസ്റ്റ് അയച്ചിരുന്നു, അല്ലാതെയും അയച്ചിരുന്നു. അത്ഭുതകരമായി അവൾക്ക് സെലക്ഷൻ ഒരുപാട് കാൻഡിഡേറ്റ്സിൽ നിന്നും 2 പേരെ എടുക്കുന്നതിൽ അവൾ ഉൾപ്പെട്ടു. വളരെ സന്തോഷമുണ്ട്. അവൾ ഇനി 10 മാസം ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലെ കോഴ്സ് വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ ബ്രദർ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ സാക്ഷ്യം, ഞാനും എൻ്റെ ഹസ്ബൻഡും കഴിഞ്ഞ ആഴ്ചക്ക് മുമ്പേ വളരെ അത്ഭുതകരമായി ഒരു കാർ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഈ ഒരു ടീമിൽ ബ്ലെസ്സിങ് ടുഡേ ഈ ഒരു ദൈവത്തിൻ്റെ സ്വന്തം ടീമിൽ ഉൾപ്പെട്ടത് കൊണ്ടാണ് ദൈവം തന്നെ വളരെ അത്ഭുതകരമായി ഞങ്ങളെ രക്ഷിച്ചത്. വളരെ വളരെ നന്ദിയുണ്ട് ലോർഡ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വെർട്ടേഗോയും ലിവർ പ്രോബ്ലവും ഒക്കെ കംപ്ലീറ്റ്ലി ഭേദമാവണേ എന്നും പ്രാർത്ഥിക്കണം ബ്രദർ. എൻ്റെ കുഞ്ഞുങ്ങളും വളരെ സക്സസ്ഫുള്ളി ജോലിയിലും പേഴ്സണൽ ലൈഫിലും എല്ലാം നന്നായി വരണേ എന്നും പ്രാർത്ഥിക്കണം. യെസ്, അവർ പറഞ്ഞിട്ടുള്ള 1-2 പ്രാർത്ഥനാ വിഷയങ്ങൾ കൂടെയുണ്ട്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വിജിത്തിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. മക്കളായ വൈശാലി, പൃഥ്വിരാജ്, ഇവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ വൈശാലിയുടെ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുവാൻ, ആർമി ഓഫീസർ ആകുവാൻ കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ജീസസ്.
ആമേൻ. താങ്ക് യു ഓൾ സ്പോൺസേഴ്സ്. നിങ്ങൾക്ക് ഇതുപോലെ ഈ ബ്ലെസ്സിങ് ടുഡേയുടെ പല പ്രോഗ്രാം, മോർണിംഗ് ഗ്ലോറി മാത്രമല്ല, ഹീലിംഗ് ക്രൂസൈഡ്, അതുപോലെ സൺഡേ ഉള്ള ലൈഫ്, ഇതിലെല്ലാം നിങ്ങൾക്ക് പങ്കുകാരാകാം. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിനുള്ള ഡീറ്റെയിൽസിന് ശേഷം സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ഭൂവതിൽ വന്നതാ യേശുവേ കാണട്ടെ ഞാൻ. എൻ ഹൃദയം അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടും നിത്യതയോളമെന്നും. ആരാധിക്കുന്നു ഞാൻ കുമ്പിടും തൃപ്പാതെ, നീ മാത്രമെൻ ദൈവം എന്നെന്നും. സ്നേഹവാനാം ദൈവം യോഗ്യനാകും യേശു, നല്ലവനായെന്നും എൻ കൂടെ. രാജാധിരാജൻ അത്യുന്നതനായോൻ, മഹിമയാ നിറഞ്ഞവൻ. നിൻ കരത്താൽ നിർമ്മിച്ച ഭൂവിൽ വന്നു നീ, ദരിദ്രനായി എനിക്കായി നീ. ആരാധിക്കുന്നു ഞാൻ കുമ്പിടും തൃപ്പാതെ, നീ മാത്രമെൻ ദൈവം എന്നെന്നും. സ്നേഹവാനാം ദൈവം യോഗ്യനാകും യേശു, നല്ലവനായെന്നും എൻ കൂടെ. Here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful to me. Hallelujah. Praise God. വണ്ടർഫുൾ. ഇന്നത്തെ ഇൻസൈഡ് ഔട്ട് സീരീസ് തീരുകയാണല്ലോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം, ഇന്നലെയാണെന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞ പോലെ ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച വൈകിട്ട് നമുക്ക് ഹീലിംഗ് ക്രൂസൈഡ് ഇല്ല, ഡിസംബർ 25 ആയതുകൊണ്ട്. എന്നാൽ 24-ാം തീയതി വൈകിട്ട് നമുക്കൊരു സ്പെഷ്യൽ ക്രിസ്മസ് സർവീസുണ്ട്. വൈകിട്ട് 7 മണിക്ക്, ഇന്ത്യൻ സമയം 7 മണിക്ക്. അതിലെല്ലാവരും ജോയിൻ ചെയ്യണം, എല്ലാവരോടും ഇത് വിളംബരം ചെയ്യണം. മാത്രമല്ല അടുത്ത ആഴ്ചയിൽ, എന്ന് വെച്ചാൽ 28, 29, 30, 31 തിങ്കൾ മുതൽ അങ്ങോട്ട് വ്യാഴം വരെ 4 ദിവസം നമ്മുടെ ഹോളി സ്പിരിറ്റ് സിനോഡ് നടക്കാൻ പോവുകയാണ്. അതിൽ ഞങ്ങളെ കൂടാതെ പല ദൈവദാസന്മാരും വന്ന് ശുശ്രൂഷിക്കും. ഐ എം സോ എക്സൈറ്റഡ്. കാരണം രാവിലെയും വൈകിട്ടുമായി സെഷനുകൾ ഉണ്ടായിരിക്കും. മോർണിംഗ് ഗ്ലോറി പതിവ് പോലെ തുടരും. എന്ന് വെച്ചാൽ ഒരു ദിവസം 3 സെഷൻ വെച്ചാണ് ഇനി വരാൻ പോകുന്നത്. കൂടാതെ 31-ാം തീയതി വൈകിട്ട്, ഡിസംബർ 31 രാത്രിയിൽ ഒരു 10 മണി മുതലൊക്കെ ആയിരിക്കും നമ്മുടെ ക്രോസ് ഓവർ സർവീസ്, അല്ലെങ്കിൽ ന്യൂ ഇയർ സർവീസ്. ഈ വർഷത്തിൽ നിന്ന് അടുത്ത വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അതിനെല്ലാം വേണ്ടി ഇപ്പോഴേ പ്രാർത്ഥിക്കുക. ഉപവസിക്കാൻ കഴിയുന്നവർ ഉപവസിക്കുക. ഐ എം സോ എക്സൈറ്റഡ്. നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് പോകാം. 2 Peter chapter 1, 5, 6 and 7. 2 പത്രോസ് 1-ാം അധ്യായം 5, 6, 7 വചനങ്ങൾ നമുക്കൊന്ന് നോക്കാം. For this very season make every effort to add to your faith goodness, and to goodness knowledge, and to knowledge self-control, and to self-control perseverance, and to perseverance godliness, and to godliness
brotherly kindness, and to brotherly kindness, love. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. അവിടെ ഓരോന്ന് നിങ്ങളുടെ അകത്ത് ആഡപ്പ് ചെയ്യുന്ന കാര്യം പറയും, കൂട്ടിച്ചേർക്കാൻ 8 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആന്തരിക മനുഷ്യൻ പണിത് ഉയർത്തപ്പെടുമ്പോൾ, പരിപോഷിപ്പിക്കപ്പെടുമ്പോൾ, യു നീഡ് 8 items or 8 ingredients. ചിലപ്പോൾ ഞാനിതിനെ വിളിക്കുന്നത് പീറ്റേഴ്സ് റെസിപ്പി ഫോർ ബിൽഡിംഗ് ദ ഇന്നർ മാൻ. പത്രോസിൻ്റെ ഒരു കുറിപ്പടിയാണ് ആന്തരിക മനുഷ്യനെ പണിതുയർത്തുവാൻ പത്രോസ് നൽകിയിരിക്കുന്ന ഒരു കുറിപ്പടി, പാചകക്കുറിപ്പ്. അതിൽ 8 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഒന്നാമത്തേത് വിശ്വാസം. ഒന്നാമത്തേത് വിശ്വാസം. ഫെയ്ത്ത് ഈസ് എ സ്പിരിച്വൽ സബ്സ്റ്റൻസ്. എബ്രായ ലേഖനം 11:1 വായിക്കുമ്പോൾ ഫെയ്ത്തിനെ കുറിച്ച് പറയുന്നത് ഫെയ്ത്ത് ഈസ് ദ സബ്സ്റ്റൻസ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് കിങ് ജെയിംസ് വേർഷനിൽ. ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പിരിച്വൽ മെറ്റീരിയൽ, ഒരു ആത്മീയമായ വസ്തുവാണ്. ഇറ്റ്സ് എ റിയാലിറ്റി. ദൈവത്തിൽ നിന്നാണ് നമുക്ക് വിശ്വാസം കിട്ടുന്നത്. ആന്തരിക മനുഷ്യനിൽ വിശ്വാസം വന്ന് നിറയണം. വിശ്വാസം ചോർന്നു പോയാൽ, അല്പവിശ്വാസത്തിലേക്ക് പോയാൽ, വിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ടാൽ, പൊള്ളയായ വിശ്വാസമാണെങ്കിൽ ആന്തരിക മനുഷ്യൻ ദ്രവിച്ചു പോകും, ക്ഷയിച്ചു പോകും, ഉള്ളിൽ ബലം കാണില്ല. രണ്ടാമത്തേത് ഗുഡ്നെസ്. എന്താ പറയുന്നത് അവിടെ? വീര്യം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അവിടെ വീര്യം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗുഡ്നെസ് എന്ന് വെച്ചാൽ ബീയിങ് ഗുഡ്, ഗാഡ്സ് നേച്ചർ. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അവൻ നല്ലവനാണ്, നന്മ. ചില ട്രാൻസ്ലേഷനിൽ വീര്യം എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്പർ 3 നോളജ്, പരിജ്ഞാനം. ഈ നോളജ് എന്ന് പറയുന്നത് GK അല്ല, ജനറൽ നോളജ് അല്ല. പത്രം വായിച്ചാൽ, TV കണ്ടാൽ, പുസ്തകങ്ങൾ കുറേ വായിച്ചാൽ ഒക്കെ കുറേ GK കിട്ടും, പൊതുവിജ്ഞാനം. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പരിജ്ഞാനം. സോ നോളജ് അബൌട്ട് ദ തിങ്സ് ഓഫ് ഗാഡ്. നമ്പർ 4 സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയജയം. അവിടെ ഇന്ദ്രിയജയം എന്നാണ് നമ്മുടെ പച്ചമലയാളം. സെൽഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ആത്മനിയന്ത്രണം എന്ന് വേണമെങ്കിൽ പറയാം. ആത്മനിയന്ത്രണം, സോബ്രനെസ്. അടുത്തത് പെർസിവിയറൻസ്, സ്ഥിരത. അവിടെ സ്ഥിരത, പേഷ്യൻസ്, എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഭയങ്കരമായ പ്രയാസങ്ങൾ വരുമ്പോൾ, തടസ്സങ്ങൾ വരുമ്പോൾ വിശ്വസിച്ചു അതിനെതിരെ കാര്യങ്ങൾ നടക്കുന്നു, പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ല. അങ്ങനെയൊക്കെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ പോലെ തോന്നുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൽ സ്ഥിരതയോടെ പിടിച്ചു നിൽക്കുവാനുള്ള കഴിവ്. അടുത്തതാണ് 6ാമത്തേത് ഗോഡ്ലിനെസ്, ഭക്തി. എല്ലാവരും പറഞ്ഞ ഭക്തി എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. എന്താണ് വാട്ട് ഈസ് ഗോഡ്ലിനെസ് നമ്മൾ ചിന്തിക്കും. അടുത്തതാണ് ബ്രദർലി കൈൻഡ്നസ്, സഹോദരപ്രീതി, കമ്പാഷൻ തുടങ്ങിയത്. നമ്പർ 8 ലവ്, സ്നേഹം. 8 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. 8ഉം നമ്മൾ വിശദമായി ചിന്തിക്കാൻ നമ്മൾ സമയമെടുക്കുന്നില്ല. പക്ഷേ അതിൽ 6ാമത്തേത് അഥവാ ഗോഡ്ലിനെസ്, ഭക്തി. എന്താണ് ഭക്തി എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്തല്ല ഭക്തി എന്ന് നോക്കാം. ഭക്തിയെക്കുറിച്ച് നമ്മുടെ അകത്ത് പല ധാരണകളുണ്ട്. നിങ്ങൾക്കൊന്ന് ലൈവ് ചാറ്റിൽ എനിക്കൊന്ന് ടൈപ്പ് ചെയ്ത് ഇടാമോ, ഇംഗ്ലീഷിലോ മലയാളത്തിലോ? വാട്ട് ഈസ് ഗോഡ്ലിനെസ്? എന്താണ് ഭക്തി? ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ആ ഭക്തി?
എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? There are so many misunderstandings about godliness. ഈ ഭക്തിയെക്കുറിച്ച് നിരവധിയായ തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊന്ന്, എനിക്കൊക്കെ പറ്റിയിട്ടുള്ള അബദ്ധമാണ് ഞാൻ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൽ വന്ന ആദ്യ നാളുകളിൽ എനിക്കുണ്ടായിട്ടുള്ള അബദ്ധങ്ങൾ. ഇമ്മച്യൂറായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പക്വതയിലേക്ക് വരാതിരിക്കുന്ന കാലത്ത് നമ്മുടെ അകത്തുണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകൾ. ഉദാഹരണത്തിന്, ഞാനൊരു കുറേ വർഷങ്ങൾ കാപ്പിയും ചായ ഒന്നും കുടിക്കില്ല. അതിന് കാരണം ഇല്ലായിരുന്നു, അങ്ങനെ കുടിക്കില്ലായിരുന്നു. കാരണം കൂട്ടായ്മയിലുള്ളൊരു സഹോദരൻ പറഞ്ഞു, ഞാൻ ചായ കാപ്പി ഇതെല്ലാം നിർത്തുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദാറ്റ്സ് എ വെരി ഗുഡ് സൈൻ ഓഫ് സ്പിരിച്വാലിറ്റി ആൻഡ് ഗോഡ്ലിനെസ്. ഭക്തന്മാർ അങ്ങനെയാണ്, ഇങ്ങനെയുള്ളതൊക്കെ വർജിക്കണം. കാപ്പിയും ചായയും ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിൽ നിർത്തുന്നത് നല്ലതാണ്. എങ്കിലും അതൊരു ഭക്തിയുടെ ലക്ഷണമായി പക്വതയില്ലാത്ത കാലത്ത് ഞാൻ കണ്ടു. എൻ്റെ കുറേ നാൾ കാപ്പി ചായ കുടിക്കില്ല. അപ്പോൾ ഏത് വീട്ടിൽ ചെന്നാലും അവർ കാപ്പി ചായ കൊണ്ടുപോയി, അയ്യോ ഞാൻ കുടിക്കില്ല. അപ്പോൾ അവരുടെ മുഖം പാടി, അയ്യോ എന്നാൽ വേറെ എന്തെങ്കിലും എടുക്കട്ടെ, ചായ കാപ്പി അല്ലെങ്കിൽ എന്നാൽ വേറെ എന്തെങ്കിലും എടുക്കട്ടെ. അങ്ങനെ അവർ കിടന്ന് ഭയങ്കരമായി വിഷമിക്കുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെ കുറേ വർഷങ്ങൾ, കുറേ കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ പക്വത വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതുകൊണ്ട് എൻ്റെ സ്വർഗത്തിൽ പോക്ക് തടയപ്പെടുമോ? ഞാനിപ്പോൾ ചായ കാപ്പി കുടിച്ചു എന്നതുകൊണ്ട്. അടുത്ത വേറൊരു ഇതാണ്, എല്ലാം മരുന്നും ഉപേക്ഷിക്കുക. ഭക്തിയുടെ ഒരു ലക്ഷണമാണ്. ഇനി ചിലർ വിശ്വസിക്കുന്നു ദൈവം എന്നെ സൗഖ്യമാക്കും. ഭയങ്കര വിശ്വാസത്തിൻ്റെ വരം ലഭിച്ച ഒരാൾ എല്ലാ മരുന്നും ഉപേക്ഷിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നതിന് ഞാൻ എതിരല്ല. പക്ഷേ അതൊരു ഭക്തിയുടെ ലക്ഷണമായി എടുത്ത് ആവശ്യമുണ്ടെങ്കിൽ ഇല്ലേലും വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലേലും മരുന്ന് കഴിക്കാതിരുന്ന അപകടത്തിൽ ചെന്ന് ചാടുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും വൈറ്റ് ഡ്രസ്സ് ഇടുക. ഞാൻ കുറേ നാളിടുമായിരുന്നു. വൈറ്റ് ഡ്രസ്സേ ഞാനിടുള്ളൂ. അപ്പം എന്നെ കാണുമ്പോൾ ഭക്തൻ വരുന്നു. കാരണം കളർഫുള്ളായിട്ടുള്ള ഒന്നും എടുക്കുന്നില്ല, ലളിത ജീവിതം. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചു, വൈറ്റ് ഡ്രസ്സ് ഇടുന്നതാണ് ഭക്തിയുടെ ലക്ഷണം. വേറൊന്ന്, ഈ മീശയൊക്കെ അങ്ങ് പഠിച്ചു കളയുക, ക്ലീൻ ഷേവായിട്ട് ജീവിക്കും. ഞാനതിനെതിരല്ല, അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്, നോ പ്രോബ്ലം. പക്ഷേ അതൊരു ആത്മീയതയ്ക്ക് വേണ്ടി, ഭക്തനാണെന്ന് കാണിക്കാൻ വേണ്ടി മീശ പഠിക്കുന്നതിൽ അർത്ഥമില്ല. അതിനുവേണ്ടി ശാഠ്യം പിടിക്കുന്നവരുണ്ട്. ഉദാഹരണത്തിന്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്നാനപ്പെടുന്ന സമയത്ത് മീശയും താടിയെല്ലാം ഒടിച്ച് അന്ന് മുതൽ ക്ലീൻ ഷേവായിട്ട് ജീവിക്കണം. യേശു കർത്താവ് ക്ലീൻ ഷേവ് ആയിരുന്നോ? യേശു കർത്താവ് അങ്ങനെയാണോ ജീവിച്ചത്? ഇല്ല. അവൻ്റെ മുഖത്തെ രോമങ്ങൾ, അതെ, അവൻ്റെ മുഖത്തെ രോമങ്ങൾ റോമൻ പടയാളികൾ നാണയം കൂട്ടിപ്പിരിച്ച് വലിച്ച് പറിച്ചു. അങ്ങനെ വചനമുണ്ട്. എൻ്റെ അർത്ഥം അവന് താടി ഉണ്ടായിരുന്നെന്ന്. ദൈവപുത്രനാണെന്ന് മറക്കരുത്. അപ്പോൾ നമ്മൾ അതിനേക്കാൾ വലിയ ആളുകൾ ആ പുള്ളി ആകണോ? ഇനി ഒരാൾക്ക് ക്ലീൻ ഷേവായിട്ട് ജീവിക്കാൻ അതാണ് അവരുടെ സ്റ്റൈൽ, നോ പ്രോബ്ലം, ഐ എം നോട്ട് അഗെയിൻസ്റ്റ് ദാറ്റ്. പക്ഷെ ഭക്തിയും ഇതുമായി കണക്ട് ചെയ്യരുത്. അതെ, ഹിന്ദി സിനിമാ നടന്മാരൊക്കെ ക്ലീൻ ഷേവാണ്. എത്രയോ പേര്, വിശ്വാസത്തിലില്ലാത്ത എത്രയോ പേര് പല സ്ഥലങ്ങളിലും ആ ക്ലീൻ ഷേവായിട്ടുള്ള ആളുകളെല്ലാം വിശ്വാസികളാണോ? എല്ലാവരും ഭക്തന്മാരാണോ? അതുപോലെ മറ്റൊന്നാണ്, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ സൗണ്ടൊക്കെ ഒന്ന് വിറപ്പിക്കുക. കർത്താവേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിറപ്പിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വിറപ്പിക്കുക. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? സ്പിരിച്വൽ പ്രെയർ, ഭക്തൻ. ഈ ചില ആളുകൾക്ക് വിറവലുണ്ടെങ്കിൽ നോ പ്രോബ്ലം. പക്ഷേ അത് ഭക്തിയുടെ ലക്ഷണമായി കണക്കാക്കരുത്. വിറവലില്ലാത്ത പ്രാർത്ഥനയ്ക്ക് വിലയില്ലാന്ന് കരുതരുത്. കർത്താവേ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സിമ്പിൾ പ്രെയർ നോർമലായിട്ട്. മറ്റു ചില ഇതാണ്, ഇപ്പോൾ ചില സഹോദരിമാർ ആരും ഇറിറ്റേറ്റഡ് ആകരുത്, ഓർണമെൻറ്റ്സ് ഒക്കെ അങ്ങ് ഉപേക്ഷിക്കുന്നു. ഞാനതിനെതിരല്ല. ഓർണമെൻറ്റ്സ് ഒരാൾക്ക് ഉപയോഗിക്കേണ്ട, നോ പ്രോബ്ലം. എന്നാൽ ചിലർ ഓർണമെൻറ്റ്സ് ഇടുന്നു. ഓർണമെൻറ്റ്സ് ഇടുന്ന എല്ലാവരും നരകത്തിൽ പോകും എന്ന് പറഞ്ഞാൽ അതിലെന്താർത്ഥം? ഒരുപക്ഷെ സംശയ നിവാരണത്തിൻ്റെ ആ എപ്പിസോഡുകൾ Q&A സെഷനിൽ വരുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ നമ്മൾ സമയമുണ്ടെങ്കിൽ ചിന്തിക്കും. അടുത്ത ആഴ്ചത്തെ ഒരു എപ്പിസോഡ് പോലും മിസ് ഔട്ട് ചെയ്യരുത്.
അപ്പോൾ എൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാം ഞാൻ മാറ്റിയാൽ, അല്ലെങ്കിൽ ഞാൻ ഈ മോതിരം എടുത്ത് മാറ്റുന്നു, അതുകൊണ്ട് ഞാൻ ഭക്തനാവും? ഇല്ല. വെഡ്ഡിങ് റിങ് ഇട്ടു എന്നതുകൊണ്ട് അശുദ്ധനാകുമോ, അഭക്തനാകുമോ? ഇതൊക്കെ മാനുഷികമായ ചില തെറ്റിദ്ധാരണകളാണ്. മറ്റൊന്നാണ് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, അവരുടെ തീരുമാനങ്ങളാണ്. ഒരാൾക്കത് വേണ്ട, സ്വർണ്ണം ഉപേക്ഷിക്കുന്നു, നോ പ്രോബ്ലം, അതിനെതിരല്ല ഞാൻ. പക്ഷേ എല്ലാവരും മാറ്റണം, അതാണ് ഭക്തിയുടെ മാർഗം. എവിടേക്കെയുള്ള ഏതോ വചനങ്ങളെടുത്ത് അത് ഉപദേശം സ്ഥാപിക്കുക, അവിടെയാണ് തെറ്റുപറ്റുന്നത്. ഓൾറൈറ്റ്. അടുത്തത്, വലിയൊരു ബൈബിൾ എപ്പോഴും കയ്യിൽ പിടിച്ച് പരസ്യമായി ഞാൻ റോഡിലൂടെ നടക്കുന്നു. കണ്ടോ, അയാളൊരു ഭക്തനാണ്, എപ്പോഴും വേദപുസ്തകം കയ്യിൽ നിന്ന് മാറ്റില്ല. ഭക്തിയുടെ ലക്ഷണമായി കണക്കാക്കപ്പെടാറുണ്ട്. എന്നാൽ ഹൃദയത്തിൽ ഈ വചനങ്ങളുണ്ടോ? ദൈവം നോക്കുന്നതാണ്. എപ്പോഴും ഉപവാസം മാത്രം, എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, ഉപവസിച്ചുകൊണ്ടിരിക്കുക. ഉപവാസത്തിനെതിരല്ല, പറ്റുന്നത്രയും ഉപവസിക്കുക. പക്ഷെ അതൊരു ഭക്തിയുടെ ലക്ഷണമാക്കി നമ്മൾ മാറ്റരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അഭിപ്രായം എന്താണെന്ന് നമ്മളിപ്പോൾ 7 days ഫാസ്റ്റിംഗിലാണ്, ഞങ്ങൾ ഉപവസിക്കാറുണ്ട്. അതൊരു ഭക്തിയുടെ ലക്ഷണമാക്കി മാറ്റണമെന്നില്ല. പിന്നെ മുട്ടിന്മേൽ നിൽക്കുക, കൈകൂപ്പുക, ഇതെല്ലാം ഭക്തിയുടെ, ഇതാണ് ഭക്തി. പക്ഷെ ഹൃദയം ദൈവത്തോടു കൂടി ഉണ്ടാകണമെന്നില്ല. മുട്ടിന്മേൽ നിൽക്കാം 10 മണിക്കൂർ, പക്ഷേ ദൈവമായി എനിക്ക് ബന്ധമില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, God will not be impressed with any of these mannerisms or outward things, outward actions. ദൈവം ഒരിക്കലും ഇങ്ങനെയുള്ള ഒന്നിനും, അതൊക്കെ കണ്ട ദൈവം അങ്ങ് ഭയങ്കരമായി ഇമ്പ്രസ്ഡ് ആവുന്ന ആരും വിചാരിക്കരുത്. അതിന് കാരണം ബൈബിൾ ഇങ്ങനെ പറയുന്നു, ദൈവം പുറമേയുള്ളതല്ല നോക്കുന്നത്, അവൻ അകമേയുള്ളതത്രേ. പലപ്പോഴും വസ്ത്രധാരണം വെച്ച് പലരെയും നമ്മൾ വിധിക്കാറുണ്ട്. കണ്ടോ, ലൗകികമായ രീതിയിൽ ഇങ്ങനെ നടക്കുക. തലമുടി വെച്ച് മനുഷ്യരെ നമ്മൾ വിധിക്കും. 1 ശമൂവേൽ 16:7 നമ്മൾ കാണുന്നത്, ദൈവം എല്ലായ്പ്പോഴും നോക്കുന്ന നമ്മുടെ ഹൃദയത്തെ, മുഖമല്ല. പുറമേയുള്ളത് നോക്കി നമ്മൾ വിധിക്കുമ്പോഴാണ് തെറ്റുപറ്റുന്നത്. 2 തിമോത്തിയോസ് 3:5 കാണുന്നത്, ഹാവിങ് എ ഫോം ഓഫ് ഗോഡ്ലിനെസ് ബട്ട് ഡിനൈങ് ഇറ്റ്സ് പവർ ഹാവ് നത്തിങ് ടു ഡു വിത്ത് സച്ച് പീപ്പിൾ. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും, അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ദൈവപ്രിയമില്ലാതെ ഭക്തിയുടെ വേഷം ധരിച്ച്. ഭക്തിയുടെ വേഷം എന്ന് വെച്ചാൽ ഫോം ഓഫ് ഗോഡ്ലിനെസ്. പുറത്തു നോക്കുമ്പോൾ ഭയങ്കരമായ ഭക്തി പ്രകടനങ്ങൾ, അകത്ത് ശക്തിയില്ല എന്ന് വെച്ചാൽ ആന്തരിക ശക്തിയില്ല, ആന്തരിക മനുഷ്യന് ബലമില്ല. ഇങ്ങനൊരവസ്ഥയിലേക്ക് പലരും പോയി പോകുന്നു. അത് ഡേഞ്ചറസ് ആണ്. നാളത്തെ എപ്പിസോഡിൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യും. എന്ന് വെച്ചാൽ ഈ ഭക്തിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ. ഇതൊക്കെ എന്തല്ല എന്നുള്ളത് പറഞ്ഞു, എന്നാൽ എന്താണ് യഥാർത്ഥ ഭക്തി എന്ന് നമ്മളൊന്ന് നോക്കണ്ടേ? അതിലേക്ക് നമുക്ക് നാളെ പോകാം. ചില സാക്ഷ്യങ്ങൾ നമ്മളിപ്പോൾ കേൾക്കും. സാക്ഷ്യമുണ്ടോ? അതോ ഒരു കൊച്ചു, അധികം സമയം എടുക്കത്തില്ല. ഒരു സാക്ഷ്യം കേൾക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, മീറ്റിങ്ങുകൾ ദയവായി ഓർക്കുക. ഈ എപ്പിസോഡ് എല്ലാവർക്കും അയക്കണം. പ്രത്യേകിച്ച് ഈ ആഴ്ചയിലേത് വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് മറക്കരുത്. സൗദി അറേബ്യയിൽ നിന്നൊരു അഞ്ജു ബോബിയാണ് ഈ ടെസ്റ്റ് മണി ഇട്ടിരിക്കുന്നത്. ഓക്കെ. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. പാസ്റ്റർ, ഞാൻ അഞ്ജു ബോബി, ഞാൻ സൗദി അറേബ്യയിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് മോർണിംഗ് ഗ്ലോറിയിൽ നിന്ന് ലഭിച്ച ഒരു സാക്ഷ്യം പറയാനായിട്ടായിരുന്നു ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. കഴിഞ്ഞ 2-3 മാസക്കാലം എനിക്ക് ഭയങ്കര വയറ്റിനകത്ത് ഭയങ്കര വേദനയായിട്ട് ഞാൻ ഭാരപ്പെട്ടു. ഞാൻ ബ്ലെസ്സിങ് ടുഡേയിലെ പ്രാർത്ഥനാ വിഷയം ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ എൻ്റെ
പ്രാർത്ഥനാ ഡയറിയിൽ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു ഡോക്ടറെ ഞാനിങ്ങനെ കാണിച്ചു. ഡോക്ടറോട് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പം ഡോക്ടർ അതിനുള്ള സിംറ്റംസ് വയറ്റുവേദന വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാവുമോ, അങ്ങനെ എന്ത് കഴിച്ചാലും എന്ത് വെള്ളം കുടിച്ചാൽ കൂടി എനിക്ക് വയറ്റിനകത്ത് വളരെയധികം വേദനയായിട്ട് ഞാൻ ഭാരപ്പെട്ടു. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് ഗാൾ ബ്ലാഡർ സ്റ്റോണാണ്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തേ പറ്റത്തുള്ളൂ, കൺസൾട്ടൻറ്റിന് അപ്പോയിൻമെൻറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു. വളരെയധികം ഭാരപ്പെട്ടു. ഞാൻ അന്നത്തെ ദിവസം ഞാൻ മോർണിംഗ് ഗ്ലോറി കണ്ട് ഞാൻ ബ്രദർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വയറ്റത്ത് കൈവച്ച് സ്ക്രീനിലും കൈനീട്ടി ഞാൻ വളരെ സങ്കടത്തോടെയും എനിക്ക് ഒരുപാട് സങ്കടത്തോടെ ഞാൻ കരഞ്ഞ് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ ചെക്ക് ചെയ്തു. എന്നിട്ട് ഓരോ ദിവസവും ഞാൻ വെള്ളം കുടിച്ചിട്ട് ഞാൻ ചെക്ക് ചെയ്യുന്നു, വേദന ഉണ്ടാവുമോ. അന്നേരമൊക്കെ എനിക്കൊരു ചെറിയ വേദനയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടി. പക്ഷെ പിറ്റേ ദിവസം അന്ന് നേരം ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് എനിക്ക് ആ വേദനയില്ല. അത് ശരിക്കും പറഞ്ഞാൽ രാവിലെ നോക്കാൻ ഞാൻ മറന്നുപോയി. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കിനാണ് ഇത്ര നേരമായിട്ട് എനിക്ക് വേദന, ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്ക് വേദന എടുത്തില്ലല്ലോ എന്ന് എനിക്ക് എൻ്റെ ദൈവം എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത്ര ഒരു സൗഖ്യമാണ്. അതുപോലെ ഞാൻ വേദനയാൽ ദിവസങ്ങളോളം ഭാരപ്പെട്ടു. ഒരുപാട് മെഡിസിൻ കഴിക്കാൻ ഒരുപാട് വിഷമിച്ച ദിവസങ്ങളായിരുന്നു. പക്ഷെ എൻ്റെ ദൈവം പൂർണ്ണമായിട്ട് വരും. അതിപ്പോൾ കഴിഞ്ഞിട്ട് 3 ആഴ്ചയോളമായി ഞാൻ ഇത്രയും ദിവസം ചെക്ക് ചെയ്തു. അതുപോലൊരു വേദന എൻ്റെ ജീവിതത്തിൽ പിന്നെ ഇന്നേ വരെ വന്നിട്ടില്ല. ദൈവത്തിന് കോടാനുകോടി സ്തോത്രം പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്. മോർണിംഗ് ഗ്ലോറിയിൽ ആ പ്രേയറിൻ്റെ സമയത്ത് അവർ വിശ്വസിച്ചു, അവർക്ക് അത്ഭുതം കിട്ടി. ക്ഷമ സിസ്റ്റർ, ഒന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? അനേകർ ഇന്ന് കർത്താവ് തൊടാൻ പോകും. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അഞ്ജുവിൻ്റെ ഈ സാക്ഷ്യം പോലെ കർത്താവ് ഇന്ന് രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ ഇവരുടെ ഹൃദയത്തിനകത്ത് വിശ്വാസം ഉരുവാകുവാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന്, കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാൽ കാര്യങ്ങൾ നടക്കുമെന്ന്, കർത്താവൊന്ന് നോക്കിയാൽ മതി അത്ഭുതങ്ങൾ നടക്കുമെന്ന് എന്ന് പറയുന്ന ആ വിശ്വാസം ഇവരുടെ ഹൃദയത്തിനകത്ത് ഇപ്പോൾ ഉരുവാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുനിഞ്ഞിരിക്കുന്ന തലകൾ കർത്താവ് ഇപ്പോൾ നിവർത്തുന്നതായിട്ട് ഞാൻ കാണുകയാണ്. താങ്ക് യു ലോർഡ്. കഴുത്തിന് വേദനയുള്ള ചില വ്യക്തികൾ ഇപ്പോൾ അത്ഭുതകരമായ സൗഖ്യം, അതുപോലെ കഴുത്തിൻ്റെ എല്ലിന് തേയ്മാനമോ മറ്റ് പ്രശ്നങ്ങളോ സ്പോണ്ടിലൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉള്ള വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. ചില ആളുകൾ തല കുനിച്ച് നടക്കുന്ന എന്തോ പ്രത്യേക രോഗം നിമിത്തമായിട്ട് തല കുനിച്ച് നടക്കുന്ന ചില ആളുകൾ, നടു നിവരാത്ത ചില വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. യേശുവേന്ന് വിളിക്കാൻ തുടങ്ങിയാലും അവരുടെ നടു ഇപ്പോൾ നിവരട്ടെ. കർത്താവേ, നട്ടെല്ല് ഇപ്പോൾ നിവരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി അങ്ങയുടെ ശക്തി ഇറങ്ങി ഇപ്പോൾ ആ നട്ടെല്ല് നിവരട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, താങ്ക് യു ജീസസ്. പല്ലിനകത്ത് മോണയ്ക്കകത്ത് പഴുപ്പും മറ്റ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആരൊക്കെയോ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. കർത്താവ് യേശുവിൻ നാമത്തിൽ LC എന്ന് പറയുന്ന ഒരു പേരുകൂടെ ആ കൂട്ടത്തിൽ കർത്താവിനെ കാണിക്കുകയാണ്. ഇപ്പോൾ അത്ഭുതകരമായ സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ കർത്താവ് ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. താങ്ക് യു ജീസസ്. അസ്ഥിക്കകത്തുള്ള ചില പ്രശ്നങ്ങൾ ഇപ്പോൾ കർത്താവ് അത്ഭുതകരമായി, അസ്ഥി ഉരുക്കം പോലെ ചില രോഗങ്ങൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ തന്നെ നടക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ രോഗികളുടെ മേലും അത്ഭുതകരമായി തന്നെ അങ്ങയുടെ അതിശക്തമായ കരം നീട്ടി അങ്ങ് തൊട്ട് സുഖപ്പെടുത്തിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. 2 കൈകളും ഈ സ്ക്രീനിലേക്കൊന്ന് നീട്ടിപ്പിടിക്കുക. കർത്താവേ, സകലരെയും അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. തുടരണമേ. ബ്ലെസ് ദം, ഹീൽ ദം, ഡെലിവർ ദം ലോർഡ്, ഇൻ ജീസസ് നെയിം. ആമേൻ. നമുക്ക് ഏവർക്കും ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. സ്തുതിച്ചിടുന്നു ദീനവും പരമേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദീനവും പരമേ നന്ദിയാ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ,
ഉറവിടമാമൻ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും